ഇത് കുഞ്ഞു കുഞ്ഞു ചെടികളുടെയും ഗാർഡൻ്റെയും പച്ചക്കറികളുടെയും ഔഷധ സസ്യങ്ങളുടെയും ഒക്കെ വിശേഷമാണെങ്കിലും ഇതിനകത്ത് ഞാൻ കാണുന്നൊരു കൗതുകമുണ്ട്, ഒരു പോസിറ്റീവ് എനർജിയുണ്ട്. റിട്ടയർഡ് ലൈഫിൽ വെറുതെ കിടന്നു കുറങ്ങാതെ ഇതിനോടൊപ്പം അവരുടെ പരിചരണവും അവരുടെ സന്തോഷവും അവരുടെ പൂവും കായും മുട്ടിടുന്നതും വളരുന്നതും നായ്മ്പ് വളരുന്നതും ഒക്കെ നോക്കി നടക്കുമ്പോൾ നമുക്കും ഉണ്ടൊരു ഉത്സാഹവും ഒരു പോസിറ്റീവ് എനർജിയും ഒക്കെ നമുക്കും ചെടി പൂക്കുന്നതും ചെടിക്കൊരില വരുന്നതും അതിന് ശാഖ വീശുന്നതുമൊക്കെ വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഉൾക്കൊള്ളുന്ന ഒരു പോസിറ്റീവ് എനർജിയും ഒരു ഊർജ്ജവും ഉണ്ട്. അത് എപ്പോഴും കാത്തു സൂക്ഷിക്കാനാണ് ഇഷ്ടം. ഞാൻ വിചാരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ ഒരു ചെടി നട്ടാൽ അത് പൂക്കണം, കായ്ക്കണം, അത് വലുതാകണം, അതിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഒരുപാട് പേര്. ഏതായാലും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ഇത് എൻ്റെ ഗാർഡൻ. അതിൽ ഓർണമെൻ്റൽ പ്ലാന്റ്സ്, താമര, മറ്റു ചെടികൾ, ഒപ്പം പച്ചക്കറികളും വാട്ടർ പ്ലാന്റ്സും ഉണ്ട്. വാടക വീടിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് പരമാവധി സ്ഥലം ഉപയോഗപ്പെടുത്തി ഞങ്ങൾ നട്ടു വളർത്തുന്ന പരിചരിക്കുന്ന ഒരു ഗാർഡനാണ്. 50-ൽ പരം ചെറിയ സ്ഥലത്ത് 50-ൽ പരം ഇനത്തിലുള്ള ചെടികളും പച്ചക്കറികളും വളരുന്നുണ്ട്. പ്രധാനമായിട്ടും താമര. ഇത് സഹസ്രദള താമരയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൻ്റെ പെറ്റൽസ് കണ്ടിട്ട് സാധാരണ പോലെ മിനിമം ലീവ്സ് അല്ല, പെറ്റൽസ് അല്ല. ഇത് 3-4 പൂവായി ഇതിൽ. പക്ഷേ ഈ പൂവ് ആദ്യത്തെ 2 പൂവും വലിയ വലിപ്പമുള്ള പൂവായതുകൊണ്ട് തന്നെ തണ്ടിൻ്റെ ബലക്കുറവ് കൊണ്ട് ഒടിഞ്ഞു പോയി. അങ്ങനെ ഫുൾ ബ്ലൂം കാണാൻ പറ്റിയില്ല. അടുത്ത പൂവ് നന്നായിട്ടങ്ങ് വിരിഞ്ഞു വന്ന് മഴ പെയ്തപ്പോഴത്തേക്ക് അത് എല്ലാം കൊഴിഞ്ഞു പോയി. എന്നാലും വലിയ സന്തോഷം സഹസ്രദളം പൂത്ത് കിട്ടിയതിൽ. ഇതിനോടൊപ്പം മറ്റു ചെടികളും ഉണ്ട് കേട്ടോ. ഓർണമെൻ്റൽ പ്ലാന്റ്സ് ഉണ്ട്, ഇലവർഗ്ഗങ്ങളുണ്ട്, പിന്നെ ഔഷധ സസ്യങ്ങളുണ്ട്, അതുപോലെ പച്ചമുളകുണ്ട്, വഴുതനയുണ്ട്, കോവൽ, പയർ, ചീര. ഇത്രയും പച്ചക്കറി സെക്ഷനിലുണ്ട്. ഔഷധങ്ങളുടെ കൂട്ടത്തിലുമുണ്ട് ചെടികൾ. കറ്റാർവാഴ, മുത്തങ്ങ, മിറക്കിൾ ഫ്രൂട്ട്, രാമച്ചം, തൊട്ടാവാടി, തുമ്പ, അങ്ങനത്തെ നാടൻ നമ്മുടെ ലോക്കലായിട്ടുള്ള പച്ചമരുന്നുകളും ഞാൻ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈട്ടിയുടെ തയ്യ് ഞാൻ വാങ്ങിച്ച് വളർത്തുന്നുണ്ട്. പറ്റിയാൽ അത് ബോൺസായി ആക്കണമെന്നാണ് ആഗ്രഹം. അത് പരിചരണക്കുറവ് കൊണ്ട് പറമ്പിൽ നടാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാനത് പോളിത്തീൻ ബാഗിലാക്കി ഈ മിനിമം സ്പേസിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വാഴയുണ്ട്. കപ്പവാഴയും ഏത്തവാഴയും ഒരു ചൂട് നട്ടിട്ടുണ്ട്. ഒരു പരീക്ഷണാർത്ഥം നട്ടതാണ്. പോളിത്തീൻ കവറിൽ എങ്ങനെ എത്രത്തോളം പറ്റുമെന്നുള്ള അല്പം വലിപ്പമുള്ള വിസ്തൃതിയുള്ള പോളിത്തീൻ ബാഗ് തന്നെയാണ്. വളം നിറയ്ക്കാനും ചുവടുറയ്ക്കാനും ഒക്കെ പാകത്തിനുള്ള പോളിത്തീൻ ബാഗുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി വാട്ടർ പ്ലാന്റ് സെക്ഷനിലുമുണ്ട് നല്ലൊരു കളക്ഷൻ. ആമ്പൽ,
ചെടിയുടെ പേരറിയത്തില്ല. വെള്ളപ്പൂവുള്ളൊരു ചെടി. ആമ്പൽ വിവിധയിനം ഞാനിപ്പോൾ ഇലകൾ കൊണ്ടിട്ടതാണ്. ഇലയിൽ നിന്ന് ഉരുക്കുന്ന മോഡൽ ആമ്പലാണ്, അല്ലാത്തതുമുണ്ട്. പിന്നെ ഉള്ളത് കൂവച്ചെടി എന്ന് പറയുന്ന കൊന്തവാഴയുടെ ഇനത്തിൽപ്പെട്ട ചെടികളാണ്. അത് 2 എണ്ണവും പൂവായി നിൽപ്പുണ്ട്. ഇനി പ്രധാനമായിട്ടുള്ളത് ഞാനൊരു എക്സിബിഷൻ കൗണ്ടറിൽ നിന്ന് വാങ്ങിയ വൈൽഡ് ഓർക്കിഡുകളാണ്. അതിന് ഞാനൊരു വെർട്ടിക്കൽ സ്റ്റാൻഡിൽ, ഒരു ബ്രൂം പോലത്തെ ഒരു വെർട്ടിക്കൽ സ്റ്റാൻഡിൽ എല്ലാം കൂടി ചേർത്ത് നട്ട് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ സക്സസ് എങ്ങനെയാണെന്ന് നോക്കാനായിട്ട്, അത് വളരുമോ പൂക്കുമോ, അതിൻ്റെ നേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് വളരെ വില കുറഞ്ഞ 50 രൂപ വെച്ചൊക്കെ വാങ്ങിച്ചതാണ്. റേറ്റ് കുറവ് കൊണ്ട് തന്നെ അത് ഒരു പക്ഷേ സക്സസ് ആവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും വൈൽഡ് ഓർക്കിഡ് വെറൈറ്റി ഇന്ന് ഒരു കളക്ഷൻ സംഘടിപ്പിച്ചു. ഇതൊക്കെയാണ് എൻ്റെ പച്ചക്കറി അല്ലെങ്കിൽ എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ. ധാരാളം ഇതിൽ വളരെ ചെറിയ ഇതാണെങ്കിലും ധാരാളം കളക്ഷനുണ്ട്.